മലപ്പുറം വണ്ടൂർ നടുവത്ത് യുവാവ് മരിച്ചത് നിപ്പ ബാധിച്ചെന്ന് സംശയം ഉണ്ടാവുകയാണ്. ബംഗളൂരുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. കോഴിക്കോട്ടെ പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവാണ്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഏത് തരത്തിലാണ്? ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തണമെങ്കിൽ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫലം വരണം. അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി, വണ്ടൂർ നടുവത്ത് സ്വദേശിയായ വിദ്യാർത്ഥി മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തിങ്കളാഴ്ചയാണ് മരിക്കുന്നത്. തുടർന്ന് നടത്തിയ ഈ സ്രവ പരിശോധനയിൽ, കോഴിക്കോട്ടെ നടത്തിയ പരിശോധനയിൽ ഫലം പോസിറ്റീവാണ് എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നതാണ്. പിന്നാലെയാണ് ഇപ്പോൾ സ്ഥിരീകരണത്തിനായി എന്തായാലും പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഫലം അയച്ചിരിക്കുന്നത്. DMOയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ഇപ്പോൾ വണ്ടൂരിൽ നടന്നിരുന്നു. ഈ യുവാവിന്റെ പ്രദേശമായ വണ്ടൂരിൽ നടന്നിരുന്നു. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് ഒരു 14-കാരനെ നിപ്പയെ തുടർന്ന് നമുക്ക് നഷ്ടമായത്. അത് ഈ ചെമ്പ്രകശ്ശേരി എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ വണ്ടൂരിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ്. ഇപ്പോൾ എന്തായാലും പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫലം കാത്തിരിക്കുകയാണ് എന്നാണ് DMO വ്യക്തമാക്കിയിരിക്കുന്നത്. കോഴിക്കോട്ടെ റിപ്പോർട്ട് കയ്യിൽ ലഭിച്ചിട്ടില്ലെന്നും DMO പറയുന്നുണ്ട്. എന്തായാലും ഒരു സംശയം ഉണർന്നിരിക്കുന്നു. ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംശയം, നിപ്പ സംശയം വീണ്ടും 2 മാസത്തിനിടെ ഇത് നിപ്പയാണ് എന്ന സംശയത്തിലേക്ക് എത്തുന്നു. പോസിറ്റീവായ പരിശോധനാ ഫലമാണ്. ഇനി വിശദമായി തന്നെ പരിശോധിച്ച് പൂനെയിൽ നിന്നുള്ള ഫലം വന്നാൽ മാത്രമേ ഇത് ഉറപ്പിക്കാൻ കഴിയൂ എന്നത് അതിന്റെ സാങ്കേതികമായ ഒരു വശമാണ്. ഈ വിദ്യാർത്ഥിയുടെ യാത്രാ രീതി അത് എങ്ങനെയായിരുന്നു? ഈ ബംഗളൂരുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. സംശയം ഉണ്ടാകുന്നതും എവിടെ നിന്നാണ്? അതെ, അത് എവിടെ നിന്നാണ്? അദ്ദേഹം ബാംഗ്ലൂരിലായിരുന്നു എന്ന് പറയുന്നു. നാട്ടിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. എപ്പോഴിവിടേക്ക് എത്തിയതാണ്? എവിടെ നിന്നാണ്? എങ്ങനെയാണ് ആ സംശയങ്ങൾ? പ്രതീക്ഷ, അക്ഷയ, ഈ മഞ്ഞപ്പിത്ത ബാധ രോഗലക്ഷണങ്ങളെ തുടർന്നാണ് ബാംഗ്ലൂരിൽ നിന്ന് അവശനിലയെ തുടർന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഒരാഴ്ചയോളം കഴിഞ്ഞ ചികിത്സയിലായിരുന്നു, മഞ്ഞപ്പിത്തത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച മരിക്കുന്നത്. ചില ലക്ഷണങ്ങൾ, അതായത് മഞ്ഞപ്പിത്തത്തെ കൂടാതെയുള്ള ചില വൈറസിന്റെ ലക്ഷണങ്ങൾ പ്രകടമാക്കിയതിനെ തുടർന്നാണ് എന്തായാലും പരിശോധനയ്ക്ക് അയക്കാനുണ്ടായ കാരണം എന്നാണ് ആരോഗ്യവകുപ്പ് ഈ മണിക്കൂറിൽ നമുക്ക് എന്തായാലും DMO ഉൾപ്പെടെ ഈ മണിക്കൂറിൽ നമുക്ക് നൽകിയിട്ടുള്ള വിവരം. കൂടുതൽ വിശദാംശങ്ങളിലേക്കും കൂടുതൽ വ്യക്തതയും വിവരങ്ങളും എന്തായാലും ആരോഗ്യവകുപ്പ് നൽകേണ്ടതുണ്ട്. വരും മണിക്കൂറിൽ ലഭ്യമാകും എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഔദ്യോഗികമായ ഒരു കോഴിക്കോട്ടെ ഫലം പോസിറ്റീവായതിന് പിന്നാലെ NIV പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഫലത്തിനായാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. ശരി, വളരെ ഗൗരവമുള്ള ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ് അരുൺ അമൃതനാഥ് മലപ്പുറത്ത് നൽകുന്നത്.